ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പഴയ ഒരു ടേബിൾ നമുക്ക് എങ്ങനെ പെയിൻ്റ് ഒന്നും ചെയ്യാതെ പുതിയൊരു ലുക്കിലോട്ട് ആക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരു ടേബിളാണ് കണ്ടോ. പെയിൻ്റൊക്കെ ആയി അതിൻ്റെ ഓൾറെഡി ആ ഫർണിച്ചറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു പുതിയൊരു ലുക്കിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, പുതിയ ഒരു ടേബിളിൻ്റെ ലുക്കിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ടേബിൾ ഏതാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കണം, പൊടിയൊന്നും ഇല്ലാതെ എടുക്കാം കേട്ടോ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. നമ്മുടെ വോൾ സ്റ്റിക്കേഴ്സ് പോലത്തെ ഇതാണ്. നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ മീഷോ ആപ്പോ അതിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വോൾ സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. പല ഡിസൈൻസിലും നമുക്ക് ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഫർണിച്ചറിനായതുകൊണ്ട് ഒരു ഫർണിച്ചർ പാറ്റേണിലുള്ള ഒരു ഷീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതേ സെയിം സംഭവം തന്നെ നമുക്ക് നമ്മുടെ കബോർഡുകളിലൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ ഒരു കബോർഡൊക്കെ ആക്കി എടുക്കാം. പെയിൻ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാം. പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റി വേറെ ആയാലും ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതൊന്ന് നമ്മൾ ആദ്യമേ ഒന്ന് വെച്ച് നോക്കാം, നമ്മുടെ ആ ഒരു ടേബിളിന് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യമേ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, കുറച്ച് കുറവാണിത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിന് കണ്ടോ, ആ ഒരു സൈഡ് കണ്ടോ, അവിടെ നമുക്ക് കുറച്ച് കുറവാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഇതില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു പാറ്റേണും ഉണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണൊക്കെ ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഉണ്ടോ, ഈ ഒരു ഭാഗം എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിന് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ എത്ര ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു മാർക്കിംഗ് അവിടെ വീണുള്ളൂ കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു ലൈൻസ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ബാക്ക് സൈഡിലൂടെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ കട്ടിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഷീറ്റ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതേ സെയിം അളവിൽ തന്നെ അടുത്തൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അതും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പീസസ് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ ബാക്കിൽ നമ്മളുടെ നെയിം സ്ലിപ്പൊക്കെ പോലെയുള്ള ഒരു സ്റ്റിക്കറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് തുറക്കുന്നില്ല, ഈ ഒരു ബാക്കിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ തുറക്കുന്നത് കണ്ടോ. ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ എവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഭാഗത്ത് തുറന്നിട്ട് ഈ ബാക്കിലത്തെ ആ ഒരു സ്റ്റിക്കർ പീസ് ഇങ്ങനെ മടക്കി കൊടുക്കുക. കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മൾ ഇതുപോലെ ചെയ്താൽ കേട്ടോ. എന്നിട്ട് നമ്മളതിങ്ങനെ ആ ഒരു തുടക്ക ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ആദ്യമേ ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഒട്ടിക്കാം. ഇങ്ങനെ മടക്കി കൊടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ പിടിച്ച് ബബിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് ഈ സ്റ്റിക്കർ നമ്മൾ പതുക്കെ ഇങ്ങനെ പൊക്കിയിട്ട് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ അപ്പുറത്ത് നമ്മളുടെ ഒരു കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ അത് പ്രസ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്റ്റിക്കർ അടിക്കോടെ നമ്മുടെ കൈ വെച്ചിട്ട് വലിക്കുക. മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ താഴെ നിന്ന് സ്റ്റിക്കർ വലിക്കുന്നുണ്ട്, കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ബുക്ക്, കുറച്ച് കട്ടിയുള്ള ബുക്കൊക്കെ വെച്ചിട്ടായാലും നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു. ഇനി കോർണർ സൈഡിലൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ബുക്കൊക്കെ റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടിക്കില്ലേ, അങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ സൈഡിലത്തെ ഭാഗം നമ്മളിങ്ങനെ നന്നായിട്ട് ക്രീസ് ചെയ്ത് ഉള്ളിലോട്ട് കൊടുത്തിട്ട് അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ കോർണർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഒട്ടിക്കാം. അതല്ല നിങ്ങൾക്ക് താഴോട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നാലും അവിടെ സ്റ്റിക്കറായിട്ട് ഇരുന്നോളൂ. നല്ല സ്റ്റിക്കറാണ്, നല്ല ക്വാളിറ്റി ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഡിഫറൻസ് കണ്ടോ, പഴയതിൻ്റെയും പുതിയതിൻ്റെയും നമ്മളുടെ ഡിഫറൻസ് കണ്ടോ. അപ്പോൾ
അപ്പോൾ നമുക്ക് എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തുടക്കം തന്നെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒട്ടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഒട്ടിച്ചു. ഇനി അടുത്ത പീസ് ഒട്ടിക്കണം. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഒന്ന് നമുക്ക് വെച്ച് നോക്കണം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഡിസൈൻ ഉള്ളതൊക്കെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് എവിടെയാണ് വരുന്നതെന്നുള്ളത് വെച്ച് നോക്കിയതിന് ശേഷം ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഡിസൈൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സൈഡാണ് നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ മടക്കി കൊടുത്തത് കണ്ടോ. എന്നിട്ട് ഈ സൈഡുകളാണ് ആദ്യം ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഒരു കൈക്ക് എവിടെയാണോ ഒക്കെ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് വരുന്ന വിധത്തിൽ വെച്ച് ആ ഒരു ലൈൻ ഒന്ന് കറക്റ്റാക്കി ആദ്യമേ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു സൈഡ് നമ്മളിതാ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ട് ഈ ലൈനായിട്ട് ഓക്കെ ആയി, ബബിൾസ് ഒന്നും ഇല്ലാതെ ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ പൊന്തിച്ചിട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ വലിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് വലിക്കരുത്, കുറച്ച് ഭാഗം വലിക്കുക. വലിച്ചതിന് ശേഷം നമ്മളിതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒറ്റയടിക്ക് വലിച്ചു കഴിഞ്ഞാൽ എയർ ബബിൾസ് കൂടും. കുറച്ച് വലിക്കുക, എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെ എല്ലാതും നമ്മൾ പ്രസ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ നന്നായിട്ട് എവിടേക്കാണ് മാർക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രീസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഉള്ളിലോട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. നമ്മുടെ ടേബിൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പഴയ ടേബിളാണെന്ന് തോന്നില്ല കേട്ടോ. നല്ലൊരു പുതിയൊരു ടേബിളിൻ്റെ ലുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ഡിസൈൻസിൽ ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജുകൾക്ക് മേക്ക് ഓവർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ, കബോർഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും ചെയ്യാം കേട്ടോ. ഡൈനിങ് ടേബിൾ, സ്റ്റഡി ടേബിൾ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ വെറൈറ്റി ഓഫ് ഡൈനിങ് ടേബിൾ മേക്ക് ഓവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുപോക്കാം. നമ്മുടെ ടേബിളൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മളുടെ ഒരു ക്രാഫ്റ്റൊക്കെ അതൊന്ന് വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്രാഫ്റ്റുകളുടെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.